ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. തിരിച്ചുവരവിൽ മുംബൈ തകർത്തുകൊണ്ട് ഖാലിദ് ജമീൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ISL തിരിച്ചുവരവിൽ മുംബൈ സിറ്റി FC ആദ്യ പോരാട്ടമായിരുന്നു. ഹോം മാച്ചിൽ ജംഷഡ്പൂർ FC ആയിരുന്നു മുംബൈ സിറ്റി FCയുടെ എതിരാളികൾ. 2-3 ഗോളുകൾക്ക് മുംബൈയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോയിന്റ്സ് ടേബിളിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഖാലിദ് ജമീൽ എന്ന ഇന്ത്യൻ പരിശീലകൻ്റെ ജംഷഡ്പൂർ FC. കളിയിൽ 2 തവണ ലീഡെടുത്ത ശേഷമായിരുന്നു മുംബൈയുടെ പരാജയം. ആദ്യ പകുതിയിൽ തന്നെ മുംബൈയുടെ മികച്ച ആക്രമണ ഫുട്ബോൾ നമ്മൾ കണ്ടിരുന്നു. മുംബൈയുടെ 2 ഗോളുകളും ആദ്യ പകുതിയിൽ തന്നെയായിരുന്നു പിറന്നത്. ജംഷഡ്പൂർ FCയുടെ 3 ഗോളുകളും രണ്ടാം പകുതിയിലും. മുംബൈക്ക് വേണ്ടി അവരുടെ സ്ട്രൈക്കർ ആൽബർട്ടോ നൊഗുവര, ഈ സീസണിൽ ആദ്യമായി മുംബൈക്ക് വേണ്ടി കളിക്കാനിറങ്ങിയ ആൽബർട്ടോ നൊഗുവരയും അതോടൊപ്പം തന്നെ സെൻറ്റർ ബാക്ക് തിരിയുമായിരുന്നു ഗോൾ സ്കോർ ചെയ്തത്. രണ്ടാം പകുതിയിലായിരുന്നു ജംഷഡ്പൂർ FCയുടെ തിരിച്ചടികൾ. രണ്ടാം പകുതി 54-ാം മിനിറ്റിൽ ഇമ്രാൻ ഖാനും 59-ാം മിനിറ്റിൽ ജെറമി മാൻസോറോയും അതോടൊപ്പം തന്നെ 85-ാം മിനിറ്റിൽ പെനാൽറ്റിയിലുള്ള ജെറമി മാൻസോറോ തൻ്റെ 2ാം ഗോളും അതോടൊപ്പം തന്നെ ജംഷഡ്പൂർ FCയുടെ 3ാം ഗോളും കുറിച്ചതോടുകൂടി ഖാലിദ് ജമീൽ ഒരിക്കൽ കൂടി മുംബൈ സിറ്റി FCയുടെ അന്തകനായിരിക്കുകയാണ്. മുംബൈ സിറ്റി FCക്കെതിരെ ഇതുവരെ പരിശീലകൻ്റെ ചുമതല അദ്ദേഹത്തിന് ഒരു മത്സരം പോലും പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ആ ഒരു റെക്കോർഡ് കാത്തു സൂക്ഷിക്കുകയാണ് ഇന്ത്യൻ പരിശീലകൻ ഖാലിദ് ജമീൽ. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ജംഷഡ്പൂർ FC സ്കോട്ട് കൂപ്പറിന് പകരം ഖാലിദ് ജമീലിനെ പരിശീലക ചുമതല ഏൽപ്പിച്ചത്. അതിനുശേഷം സീസൺ ISL തിരിച്ചുവരവിൽ ആദ്യ പോരാട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരെ ഒരു സമനിലയും തുടർച്ചയായി 2ാം മത്സരത്തിൽ മുംബൈ സിറ്റി FC തകർത്ത് വിട്ടുകൊണ്ട് പോയിന്റ്സ് ടേബിളിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് റെഡ് മറൈനേഴ്സ്.